ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് സ്വാഗതം. കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബജറ്റ് ലൈൻ. കൺസ്യൂമറുടെ ഒപ്റ്റിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ നമുക്ക് ബജറ്റ് ലൈൻ കൂടിയേ തരും. അപ്പോൾ എന്താണ് ബജറ്റ് ലൈൻ? ഇക്വേഷൻ ഓഫ് ദി ബജറ്റ് ലൈൻ, ബജറ്റ് സെറ്റ് എന്താണ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഈ ടേംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ബജറ്റ് ലൈനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൺസംഷൻ ബണ്ടിൽ, ബജറ്റ് സെറ്റ്, ബജറ്റ് കൺസ്ട്രെയിൻറ്റ്, ഈ ടേംസ് ഒന്ന് നോക്കാം. കൺസംഷൻ ബണ്ടിൽ എന്താണെന്ന് നമുക്കറിയാം. കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, അതാണ് ഒരു ബണ്ടിൽ. കൺസ്യൂമർ ഒരു കമ്മോഡിറ്റിയെ അല്ല കൺസിഡർ ചെയ്യുന്നത്, രണ്ട് കമ്മോഡിറ്റിയുടെ ഒരു കോമ്പിനേഷനാണ്, അതാണ് ഒരു ബണ്ടിൽ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, അതാണ് ഒരു ബണ്ടിൽ, അതാണ് കൺസംഷൻ ബണ്ടിൽ. ദെൻ ബജറ്റ് സെറ്റ്. ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഇൻകം തന്നിട്ടുണ്ട്, രണ്ട് കമ്മോഡിറ്റീസ് എക്സ് ആൻഡ് വൈ, അതിൻ്റെ പ്രൈസും തന്നിട്ടുണ്ട്. ഈ ഇൻകവും പ്രൈസും നിന്നുകൊണ്ട് ഒരു കൺസ്യൂമർക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയുന്ന സാധ്യമായ ബണ്ടിൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, അതാണ് ഓൾ പോസിബിൾ ബണ്ടിൽസ്, കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് which a consumer can consume with the limited income and given prices. അതാണ് ബജറ്റ് സെറ്റ്. ബജറ്റ് കൺസ്ട്രെയിൻറ്റും അത് തന്നെയാണ്. ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട് കൺസ്യൂമർക്ക്, ആ ലെവൽ ഓഫ് ഇൻകം, ആ ഇൻകത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ പ്രൈസ്, തന്നിരിക്കുന്ന പ്രൈസ് വെച്ചുകൊണ്ട് അയാൾക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി ഓഫ് എക്സ്, ക്വാണ്ടിറ്റി ഓഫ് വൈ കൺസ്യൂം ചെയ്യാം, അതാണ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇനി നമുക്കിതിൻ്റെ ഇക്വേഷൻ നോക്കാം. ബജറ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്താണ്? നമ്മുടെ എക്സാമ്പിള് പ്രൈസ് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഒരു യൂണിറ്റിന്റെ വില 5 രൂപയാണ്. പി ഓഫ് എക്സ് എന്ന് 5 rupees. വൈയുടെ ഒരു യൂണിറ്റിന് 10 രൂപയാണ്. അയാളുടെ ഇൻകം അല്ലെങ്കിൽ ബഡ്ജറ്റ് തന്നിരിക്കുന്നത് 20 രൂപയാണ്. നമുക്ക് ആദ്യം ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എഴുതാം. അത് പി ഓഫ് എക്സ്, അതായത് എക്സിന്റെ ഒരു യൂണിറ്റിന്റെ വില, അതാണ് പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൈസ് ഓഫ് വൈ ഇൻറ്റു വൈ should be less than or equal to m. അതായത് ഒന്നുകിൽ ഇൻകത്തിനേക്കാൾ കുറവായിരിക്കണം അല്ലെങ്കിൽ ഇൻകത്തിനോട് തുല്യമാവാം. should not be more than income. that is constraint, budget constraint. നമ്മുടെ എക്സാമ്പിൾ എങ്ങനെ എഴുതാം? 5x അല്ലേ, 5 അല്ലേ ഒരു യൂണിറ്റ് എക്സിന്റെ വില, പ്ലസ് 10y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20. ഇതാണ് ബജറ്റ് കൺസ്ട്രെയിൻറ്റ്. ഇനി ബജറ്റ് സെറ്റിലെ പോസിബിൾ ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഇക്വേഷൻ വെച്ച് 5x പ്ലസ് 10y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൺസ്യൂമർക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ബണ്ടിൽസ് ഏതൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. നമുക്ക് മാക്സിമം അയാളുടെ ഇൻകം 20 രൂപയാണ്. ഈ 20 രൂപയിൽ നിന്നുകൊണ്ട് എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ എത്ര യൂണിറ്റ് മാക്സിമം അയാൾക്ക് കൺസ്യൂം ചെയ്യാം? എങ്ങനെ കണ്ടുപിടിക്കും? 20/5 അല്ലേ, 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റ് എക്സ് ആണ് അയാൾക്ക് കൺസ്യൂം ചെയ്യാൻ കഴിയുക. വൈയുടെ മാക്സിമം അയാൾക്ക് എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യാം? വൈ മാത്രമാണ്. നമുക്ക് വൈയുടെ വില 10 രൂപയാണ്. മാക്സിമം അയാൾക്ക് 20 യൂണിറ്റ് വൈ ആണ് കൺസ്യൂം ചെയ്യാൻ കഴിയുന്നത്. എക്സിൻ്റെ ആണെങ്കിൽ 4 യൂണിറ്റ്. അതെങ്ങനെ കിട്ടിയത്? ഇൻകം ബൈ എക്സിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില. അപ്പോൾ നമുക്ക് എക്സ് മാക്സിമം അയാൾക്ക് എത്ര? 4 യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്യാം. ഇനി നോക്കൂ, ഈ 20 രൂപയിൽ നിന്നുകൊണ്ട് ഈ വിലകൾ വെച്ച് അയാൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ബണ്ടിലുകൾ നോക്കാം. 0, 0 ഒരു ബണ്ടിലാണ് അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻകം ആണ് ഇവിടെ. ദെൻ 1, 1, അതായത് എക്സിൻ്റെ ഒരു യൂണിറ്റും വൈയുടെ ഒരു യൂണിറ്റും. രണ്ടിൻ്റെ കോസ്റ്റ് എത്രയാവുള്ളൂ? എക്സിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില 5 രൂപയാണ്. 5 × 1 5 പ്ലസ് 10 × 1 വൈയുടെ ഒരു യൂണിറ്റിന് 10 രൂപയാണ്. 10 × 1 10. അപ്പോൾ മാക്സിമം 50 രൂപയെ വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ 20 അല്ലേ. അപ്പോൾ ഈ ബണ്ടിൽ പ്രിഫർ ചെയ്യാം, അയാൾക്ക് എടുക്കാം. ദെൻ 2, 1, ആ ബണ്ടിലിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? 5 × 2 10 പ്ലസ് 10 × 1 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 20. ദാറ്റ് ഈസ് ഈക്വൽ ടു m. അപ്പോൾ ആ ബണ്ടിലൊന്ന് എടുക്കാം. ദെൻ അടുത്ത ബണ്ടിൽ ഏതായിരിക്കും? 3, 1 എടുത്തൂടെ? 3 × 5 15 എടുക്കാൻ കഴിയുമോ? ഇല്ല. 3 × 1 പറ്റില്ല. ദെൻ പിന്നെ ഏത് പറ്റും?
മാക്സിമം 4 യൂണിറ്റ് എക്സും 0 എടുക്കാം, 0 യൂണിറ്റ് വൈയും എടുക്കാം. ഇനി എക്സിന്റെ 0 യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ വൈയുടെ 2 യൂണിറ്റ് എടുക്കാം അല്ലേ. അതുപോലെ 0 1 എടുക്കാം, 1 0 എടുക്കാം. ഇതൊക്കെയാണ് അതായത് പോസിബിൾ ബണ്ടിൽസ്. ഈ പോസിബിൾ ബണ്ടിൽസിനെ പറയുന്നതാണ് ബഡ്ജറ്റ് സെറ്റ്. സെറ്റ് അല്ലേ, ബഡ്ജറ്റ് സെറ്റ്. ഇതില് എക്സിന്റെയും വൈയുടെയും കമോഡിറ്റിയുടെ ചിലവായ കോസ്റ്റ് നോക്കിയാൽ ഒന്നുകിൽ ഈക്വൽ ടു 20 റുപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 20 റുപ്പി ആയിരിക്കും. ഒരിക്കലും മോർ ദാൻ 20 വരാൻ പാടില്ല. അതാണ് ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് കൺസ്ട്രെയിന്റ് ഇക്വേഷൻ എന്നാണ് പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പി വൈ ഇൻറ്റു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് നോക്കാം. Budget line means, the definition is all possible combination of two goods which a consumer can consume which cost exactly equal to income. അതായത് അയാളുടെ നമ്മുടെ ബഡ്ജറ്റ് സെറ്റിൽ കുറേ ബണ്ടിൽസ് നമ്മൾ കണ്ടു. അതിൽ ഏത് ബണ്ടിലിൻ്റെയാണ് കോസ്റ്റ് 20 റുപ്പിയോട് അല്ലെങ്കിൽ ബഡ്ജറ്റിനോട് തുല്യമാവും, എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം, അതാണ് ബഡ്ജറ്റ് ലൈനിൽ വരുന്ന ബണ്ടിൽസ്. നമ്മൾ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? 4 യൂണിറ്റ് ഓഫ് എക്സ്, 0 യൂണിറ്റ് ഓഫ് വൈ, അത് എക്സാക്ട്ലി ഈക്വൽ ടു 20 ആണ് അല്ലേ. 5 × 4 20 ആണ്. ദെൻ 0 യൂണിറ്റ് എക്സ് എടുക്കുകയാണെങ്കിൽ 2 യൂണിറ്റ് വൈ എടുക്കാം, അതും ഒരു എക്സാക്ട്ലി ഈക്വൽ ടു 20 റുപ്പി വരുന്നതാണ്. ദെൻ 2 യൂണിറ്റ് എക്സും 1 യൂണിറ്റ് വൈയും എടുക്കാം. അപ്പോൾ നോക്കൂ, 2 × 5 10 പ്ലസ് 10 20 റുപ്പിയാണ്. അപ്പോൾ അതും എക്സാക്ട്ലി ഈക്വൽ ടു 20 റുപ്പിയാണ്. അപ്പോൾ ഈ 3 ബണ്ടിൽസും കോസ്റ്റ് വരുന്നത് 20 റുപ്പിയാണ്. അപ്പോൾ ഈ ബണ്ടിൽസിനെ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. നമുക്കതൊന്ന് വരച്ച് നോക്കാം. ആദ്യം നമുക്ക് പോസിബിൾ എക്സ് ആക്സിസ്, ദെൻ വൈ ആക്സിസ്, പോസിബിൾ ആയിട്ടുള്ള എല്ലാ ബണ്ടിലും ഒന്ന് വരയ്ക്കാം. 0 0 ഇതൊരു കോമ്പിനേഷൻ. ദെൻ 1 2 3 4 5. മാക്സിമം ഒരു യൂണിറ്റ് എക്സിന് 5 റുപ്പി ആണെങ്കിൽ മാക്സിമം അയാൾക്ക് എക്സിന്റെ 4 യൂണിറ്റ് വരെ വാങ്ങിക്കാം അല്ലേ. 20/5 4, മാക്സിമം 4 യൂണിറ്റ് വരെ വാങ്ങിക്കാം. അപ്പൊ അത് മാർക്ക് ചെയ്തു. ദെൻ വൈയുടെ ആണെങ്കിലോ മാക്സിമം എത്ര യൂണിറ്റ് വരെ വാങ്ങിക്കാം? 2 യൂണിറ്റ് വരെ വാങ്ങിക്കാം. ഓക്കെ, ഇതിനിടയിലും കുറെ ബണ്ടിൽസ് നമ്മൾ കണ്ടു. 1 1 എടുക്കാം അല്ലേ, 1 യൂണിറ്റ് ഓഫ് എക്സും 1 യൂണിറ്റ് ഓഫ് വൈ എടുക്കാം. 2 യൂണിറ്റ് ഓഫ് എക്സും 2 യൂണിറ്റ് ഓഫ് വൈ എടുക്കാം, അതിവിടെ വരും. ദെൻ പിന്നെ ഇത് ബണ്ടിൽ എടുക്കാം. 4 യൂണിറ്റ് ഓഫ് എക്സും 0 യൂണിറ്റ് ഓഫ് വൈയും ഈ ബണ്ടിൽ എടുക്കാം. ഇവിടെ എന്തായിരിക്കും ബണ്ടിലിന്റെ കോമ്പിനേഷൻ? 4 യൂണിറ്റ് ഓഫ് എക്സും 0 യൂണിറ്റ് ഓഫ് വൈയും അല്ലേ. 4 യൂണിറ്റ് ഓഫ് എക്സും എടുക്കാം, 0 യൂണിറ്റ് ഓഫ് വൈയും എടുക്കാം. ഇനി ഈ പോയിന്റിലെ ബണ്ടിൽ ഏതായിരിക്കും? 0 യൂണിറ്റ് ഓഫ് എക്സും 2 യൂണിറ്റ് ഓഫ്, ഇത് വൈ ആക്സിസ് അല്ലേ, 0 യൂണിറ്റ് ഓഫ് എക്സും 2 യൂണിറ്റ് ഓഫ് വൈയും, അതാണ് ഈ പോയിന്റിലെ ബണ്ടിലിന്റെ കോമ്പിനേഷൻ വരുന്നത്. ഇനി നമ്മൾ എവിടെയാണ് എക്സാക്ട്ലി ഈക്വൽ ടു 20 അല്ലെങ്കിൽ എമ്മിനോട് തുല്യമായ ബണ്ടിൽ ഏതൊക്കെയായിരുന്നു? 0 0 2 ഒരു ബണ്ടിലായിരുന്നു, 4 0 ഒരു ബണ്ടിലായിരുന്നു, 2 1 അല്ലേ. എക്സ് 2 യൂണിറ്റും വൈ 1 യൂണിറ്റും വരുന്ന 2 1 അതൊരു ബണ്ടിലായിരുന്നു. ഈ ബണ്ടിലുകളെ ജോയിൻ ചെയ്ത് വരച്ചാൽ കിട്ടുന്നതാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് goods, good combination of two goods which cost exactly equal to income, അതാണ് ബഡ്ജറ്റ് ലൈൻ. ലോക്കസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് which cost exactly equal to income. ഇനി അതിന് താഴെ വരുന്ന എല്ലാ കോമ്പിനേഷനും എന്താണ്? അയാളുടെ ഇൻകത്തേക്കാൾ കുറവാകാം അല്ലേ. അപ്പൊ അത് ഇതിന് താഴെ വരുന്ന ഭാഗമാണ് ബഡ്ജറ്റ് സെറ്റ്. ഈ ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ദെൻ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും?
price of x into x plus price of y into y, which is equal to m. Which is equal to m. Equation of the budget line equal to income. Budget constraint equation എന്തായിരുന്നു? Price of x into x plus price of y into y less than or equal to m. അപ്പോൾ അത് തെറ്റിക്കരുത്. ബജറ്റ് ലൈൻ ആണെങ്കിൽ ഈക്വൽ ടു എമ്മും ബജറ്റ് കൺസ്ട്രെയിൻ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. ആ വ്യത്യാസം മനസ്സിലാക്കാം. ഇനി നമ്മുടെ തന്നിരിക്കുന്ന ഇൻകത്തിന്റെ വാല്യൂ എക്സിന്റെയും വൈയുടെയും ഒരു യൂണിറ്റിന്റെ വാല്യൂ വെച്ച് നമുക്ക് ഈ ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 5x plus 10y is equal to 20. അല്ലേ? ഈ പോയിന്റിൽ എക്സിന്റെയും വൈയുടെയും കോസ്റ്റുകൾ 20 രൂപയ്ക്ക് തുല്യമാണ്. ആ പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരച്ചപ്പോൾ കിട്ടിയതാണ് ബജറ്റ് ലൈൻ. ഇനി നമുക്ക് ബജറ്റ് ലൈനിൽ ഒന്ന് രണ്ട് ടേംസ് പരിചയപ്പെടാം. ഒന്ന് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, മറ്റേത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ബജറ്റ് ലൈൻ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അത് കാണാനുള്ള ഇക്വേഷൻ m/p1 എന്നാണ്. ഇനി എന്താണ് m/p1 എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഴുവൻ ഇൻകവും, m എന്ന് പറയുന്നത് ബജറ്റ് അല്ലെങ്കിൽ ഇൻകം, മുഴുവൻ ഇൻകവും എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിക്ക് ഉപയോഗിച്ചാൽ അയാൾക്ക് എത്ര ക്വാണ്ടിറ്റി എക്സ് വാങ്ങിക്കാൻ കഴിയും? m/p1. ഇവിടുത്തെ യൂണിറ്റ് എത്രയാണ്? എക്സ് 4 യൂണിറ്റ് എക്സ് ആണ് അയാൾക്ക് കിട്ടുന്നത്. നമുക്ക് നോക്കാം. m എത്ര രൂപയാണ്? 20. p1 അല്ലേ? പ്രൈസ് ഓഫ് എക്സ്, പ്രൈസ് ഓഫ് എക്സ് p1 അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എക്സ് അത് എത്ര രൂപയാണ്? 5 രൂപയാണ്. അതായത് 4 യൂണിറ്റ് ഓഫ് എക്സ് അയാൾക്ക് കൺസ്യൂം ചെയ്യാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 അല്ലേ? നമുക്ക് കിട്ടി. ഓക്കെ. ഇനി അടുത്തത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇതാണ് വെർട്ടിക്കൽ ആക്സിസ്. വൈ ആക്സിസിൽ ബജറ്റ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അതിന്റെ ഇക്വേഷൻ m/py നോക്കാം. m 20 രൂപ, py 10 രൂപ is equal to 2. That means y യുടെ 2 യൂണിറ്റ് അയാൾക്ക് കൺസ്യൂം ചെയ്യാം. അപ്പോൾ y യുടെ 2 യൂണിറ്റ് അല്ലേ? ഇങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടെത്തുന്നത്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m/p1 എന്ന് വെച്ചാൽ m എന്ന് പറഞ്ഞാൽ അയാളുടെ ബജറ്റ്, മുഴുവൻ ഇൻകം, അയാൾ എക്സ് വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര ക്വാണ്ടിറ്റി എക്സ് കൺസ്യൂം ചെയ്യാം. വൈ ഇന്റർസെപ്റ്റിന്റെ വാല്യൂ എന്താണ്? മുഴുവൻ ഇൻകം വൈ വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര യൂണിറ്റ് വൈ? ഇവിടെ 0 2 ആണ്. എക്സിന്റെ 0 യൂണിറ്റ്, എക്സ് അയാൾ കൺസ്യൂം ചെയ്യുന്നില്ല. വൈയുടെ മാക്സിമം 2 യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്യും. ഇനി ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടെത്താനൊക്കെ കഴിയും. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്ത് ചെയ്യുമ്പോൾ. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ബജറ്റ് ലൈനിലെ സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. Slope of the budget line minus p1/p2 അല്ലെങ്കിൽ px/py minus px/py ആണ് സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ബജറ്റ് ലൈൻ ആണ് ബജറ്റ് ലൈൻ്റെ നേച്ചർ ഓഫ് ദി കർവ്. അത് സൂചിപ്പിക്കുന്നത് കാണാനുള്ള ഇക്വേഷൻ -px/py. ഇത് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് എടുക്കാം. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.